ലോകത്തും ഇന്ത്യയിലും ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഹാർട്ടിൻ്റെ അസുഖം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹാർട്ടിൻ്റെ ബ്ലോക്കിൻ്റെ പ്രശ്നമൊന്നുമല്ല. അത് മറ്റൊരു അസുഖം. അതാണ് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ പമ്പിംഗ് ശക്തി കുറയാന്നുള്ളതാണ്. പഠനങ്ങൾ കാണിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഇന്ത്യയിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികളുടെ എണ്ണം 40% വർദ്ധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോകത്ത് 35% ഹാർട്ട് ഫെയിലിയർ രോഗികളുടെ വർധന ഉണ്ടായിട്ടുണ്ട്. ഹാർട്ട് ഫെയിലിയറുടെ ഒരു പ്രധാന കാരണം പ്രമേഹം തന്നെയാണ്. മറ്റൊരു പ്രധാന കാരണം ഹൃദയത്തിന്റെ ബ്ലോക്കിന്റെ അസുഖവും BP ഉള്ളവരും തൈറോയിഡിന്റെ അസുഖമുള്ളവരൊക്കെയാണ്. അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരിൽ ഹാർട്ട് ഫെയിലിയറിന്റെ അളവ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 45 വയസ്സിന് താഴെയുള്ളതിൽ 25% വർധനവാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പല ആളുകൾക്കും അമിതവണ്ണം കാരണവും സ്ട്രെസ് കാരണവും ഹാർട്ട് ഫെയിലിയർ സംഭവിക്കാം. കോവിഡിന് ശേഷം ഹാർട്ട് ഫെയിലിയർ രോഗികളുടെ എണ്ണം കൂടിയതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നു. ഇതിൽ ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് ഫെയിലിയർ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ 50% രോഗികൾ മാത്രമേ 5 വർഷത്തിലധികം ജീവിച്ചിരിക്കുകയുള്ളൂ, പ്രത്യേകിച്ച് കൃത്യമായ ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ. എന്ന് വെച്ചാൽ കോവിഡ് പോലെ തന്നെ ഒരു മഹാമാരിയാണ് ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ.